എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്താണ്. സാറിൻ്റെ പേര് ഡോക്ടർ രാജു. വളരെ ദീർഘവർഷമായി മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു ആളാണ്. അതോടൊപ്പം നല്ല ഒരു സുവിശേഷ പ്രവർത്തകനാണ്. തൻ്റെ ജീവിതത്തിൽ ഈ മെഡിക്കലിനേക്കാൾ കൂടുതൽ സുവിശേഷ വേലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഈ സാറ്. താൻ വളരെ ദീർഘവർഷങ്ങളായിട്ട് 1995 മുതൽ ഈ നിമിഷം വരെയും കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും തൻ്റെ ജോലിക്ക് ശേഷം അല്ലെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിൽ താൻ കവലകളിലും വഴിവക്കുകളിലും ബസ് സ്റ്റാൻഡിലൊക്കെ പോയി ട്രാക്റ്റുകളൊക്കെ കൊടുക്കുകയും ഒരു ആഴ്ചയിൽ ഇത്ര ട്രാക്റ്റ് കൊടുക്കണമെന്ന് തനിക്ക് ഒരു നിർബന്ധമുണ്ട്. അങ്ങനെ സുവിശേഷ പ്രവർത്തനം, കൺവെൻഷനുകൾ സംഘടിപ്പിക്കുക, അതോടൊപ്പം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദേവാലയങ്ങൾ, പ്രാർത്ഥനാലയങ്ങൾ പണിതു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാറാണ്. താൻ ഒരു ബിരുദാനന്തര ബിരുദധാരിയാണ് ഈ ഡോക്ടർ ഫീൽഡിൽ. അപ്പോൾ ഇന്ന് ഈ സാറിൻ്റെ അടുത്ത് വരാനും ഈ സാറിനെ കാണാനും തൻ്റെ ജീവിതാനുഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനും ലഭിച്ച വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. സാറേ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നത് വളരെ നന്ദി അറിയിക്കുന്നു. ദൈവം സാറിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സാറേ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? സാറിൻ്റെ പേര്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എവിടെയാണ് താമസിക്കുന്നത്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ ഡോക്ടർ രാജു എന്നറിയപ്പെടുന്ന ഡോക്ടർ രാജു കെ ബേബിയാണ്. ഇന്ന് കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ഇന്ന് മുരളീസ് മെഡിക്കൽ സെൻറ്ററിൽ ജോലി ചെയ്യുന്നു. എനിക്ക് വീട്ടിൽ ഭാര്യയും 2 പെൺമക്കളുമുണ്ട്. സാറ് ഏത് വിഷയത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്? ഞാൻ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെങ്കിൽ ENT എന്ന് പറയുന്ന വിഷയത്തിലാണ് ബിരുദം എടുത്തത്. ഓക്കെ. സാറ് പഠിച്ചതും വളർന്നതൊക്കെ എവിടെയാണ്? ഞാൻ പഠിച്ചത് സ്കൂൾ തലത്തിൽ സെൻറ്റ് മേരീസ് സ്കൂൾ പട്ടം, അതുപോലെ കോളേജിൽ മാരിവാനോസ്, അതിനുശേഷം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, പിന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അഹമ്മദാബാദ്. അവിടെയാണ് ഇപ്പോൾ വിമാനം വീഴുന്നത്. അപ്പോൾ സാർ എത്ര വർഷമായിട്ട് ഈ മെഡിക്കൽ ഫീൽഡിൽ സേവനമനുഷ്ഠിക്കുന്നു? 1990 മുതൽ ഇപ്പോൾ ഏതാണ്ട് 35 വർഷമായിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. സാറ് ജനിച്ചതും വളർന്നതൊക്കെ ഏത് സ്ഥലത്തായിരുന്നു? ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ്. മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ മാതാവ് കടന്നുപോയി. ഇപ്പോൾ 10 വർഷമായി. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലായിരുന്നു. എൻ്റെ പിതാവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹവും 6 വർഷം മുമ്പ് കടന്നുപോയി. അവർ ഒരുമിച്ച് അങ്ങനെയാണ് ഞങ്ങൾ വളർന്നത്. ഓക്കെ. സാറൊക്കെ ജനിച്ചു വളർന്നത് ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിലായിരുന്നു? ഞാൻ ഒരു മാർത്തോമ ക്രിസ്ത്യാനിയായിരുന്നു. എത്ര ജനിച്ചും വളർന്നതും സൺഡേ സ്കൂളിൽ പോയതും BBC പോയതും എല്ലാം മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ്. പിന്നീട് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം എന്താ? അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ സുവിശേഷമൊക്കെ ഒരുപാട് പറയുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർക്ക് ആത്മാക്കളില്ലാത്ത എന്ത്? ഏതെങ്കിലും ഒരു ജാതിയോ ഒരു അന്യമതസ്ഥനോ കടന്നു വന്നു കഴിഞ്ഞാൽ അവരെ പാരിഷ് ഡയറക്ടറി ചേർക്കാത്ത എന്തവരുടെ പേര്? അവിടെയാണ് പ്രശ്നം വരുന്നത്. ജാതി വിവേചനമൊക്കെ ഉണ്ടായിരുന്നോ മാർത്തോമ സഭയിൽ? മാർത്തോമ സഭയിൽ ജാതി വിവേചനമില്ലായിരുന്നു. പക്ഷേ ആരെങ്കിലും സ്നാനപ്പെടുത്തി രക്ഷിക്കപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണത അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ അതാണോ പ്രധാനപ്പെട്ട ഒരു കാരണം മാർത്തോമ സഭ വിടാനുള്ളത്? അതാണ് ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വർഷം, ഏതാണ്ട് 25 വർഷക്കാലം ഈ കൊട്ടാരക്കരയിൽ സുവിശേഷ വേല ചെയ്തു. 25 വർഷക്കാലം ഞാൻ പലരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക്. അത് മാർത്തോമ സഭയിലായിരുന്നോ? ഏതാണ്ട് 2013 വരെ അവിടെ ആയിരുന്നു. അല്ല, ഈ 25 വർഷം സുവിശേഷ വേല ചെയ്തു മാർത്തോമ സഭയിലെ ആയിട്ടുള്ള ബന്ധത്തിലായിരുന്നോ? അല്ല, ഞാൻ സ്വതന്ത്രമായ സുവിശേഷം. അല്ല, ആ സമയത്ത് മാർത്തോമ സഭയിലായിരുന്നോ മെമ്പറായിട്ട്? അന്നും മെമ്പറായിരുന്നു. പറഞ്ഞു. പിന്നീട് ഓരോരുത്തരെ രക്ഷിക്കപ്പെടുത്തി നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ
ആ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രിഫറൻസ് അവർക്ക് നേരെയായിട്ടുള്ള ഒരു സ്വീകരണം ഈ മാർത്തോമാ സുറിയാനി ക്രിസ്ത്യാനികൾ കൊടുക്കുന്നില്ല എന്നത് വിഷമകരമായൊരു സത്യമാണ്. അത് എനിക്ക് വളരെയധികം ജാതികളിൽ നിന്ന്, അതായത് ഈ രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു മാർത്തോമാ സഭയിൽ ഒരു അംഗീകാരം അവർക്ക് ലഭിക്കുന്നില്ല. കറക്റ്റ്. അല്ല, അവരുടെ ഈ വൈദികന്മാര്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വൈദികന്മാരുണ്ടോ? ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അല്ല, 10-25 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഇപ്പം കാണാൻ വളരെ ചാൻസ് കുറവാണ്. അങ്ങനെ കുറച്ച് പേര് അന്നത്തെ സുവിശേഷ ത്രാണി കൊണ്ട് വന്നവരുണ്ട്. അവരെ ഈ അംഗീകരിച്ചു. ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ വൈദികനാക്കാറുണ്ടോ മാർത്തോമാ സഭ? അതോ അവരതിനെ ഒഴിവാക്കി വിടുവാണോ ചെയ്യാറ്? സാധാരണഗതിയിൽ ഒഴിവാക്കി വിടുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അത് എനിക്കും അറിയത്തില്ല. തൊലിയുടെ നിറമനുസരിച്ച് വിവേചന ഞങ്ങളെല്ലാവരും ഒന്നാണ്, നാമെല്ലാം ഒരു അപ്പത്തിൻ്റെ അംശികളാകുന്നു എന്ന് പറയുകയും ചെയ്യും. കാര്യങ്ങളോട് അടുക്കുമ്പോഴത്തേക്ക് അത് അവന് മറ്റേ ജാതിയ അല്ലെങ്കിൽ മറിച്ച ജാതിയ എന്ന് പറഞ്ഞ് അവനെ അകറ്റി ആട്ടിപ്പായിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ക്രൈസ്തവ സന്ദേശം എന്താണ് കൊടുക്കുന്നത് സമൂഹത്തിന്? അതാണ് മാർത്തോമാ സഭയുടെ ലക്ഷ്യം തെറ്റിയല്ലോ. ലക്ഷ്യം തെറ്റിയ മാർത്തോമാ സഭയാണ് ഇന്നുള്ളത്. അവർക്ക് എന്താണ് ലക്ഷ്യമെന്ന് അറിയത്തില്ല. പോപ്പിനെ കാണാനായിട്ട് ഇവിടുന്ന് തിരുമേനിമാര് പോയി. അങ്ങനെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഓർത്തഡോക്സിന്റെ പാരമ്പര്യമാണ് അവർ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയിൽ എന്തെല്ലാം അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, അത് ഓരോന്നായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലത്ത് അനാചാരങ്ങൾ ഇല്ലാതിരുന്ന ഒരു സഭയായിരുന്നു. ഒരു കാലത്ത് ഏതാണ്ട് 1898 അടുപ്പിച്ച് ഈ സഭ ഉണ്ടാകുന്നതായിട്ടുള്ള സമയത്ത്, പൂർണ്ണമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള സമയത്ത് അങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ജാതി വിവേചനം, പിന്നീട് ആൾക്കാർ ഒരുപാട് ദുബായിലും അങ്ങനെയുള്ള ഗൾഫ് കൺട്രീസിൽ പോയി, പൈസ ഉണ്ടായി, അപ്പോഴത്തേക്ക് വിശ്വാസം തെറ്റി. അതായത് മാർത്തോമാ സഭയ്ക്കും അതിലുള്ള അംഗങ്ങൾക്കും നല്ല സാമ്പത്തിക ഭദ്രത ഉള്ളവരാണ് മിക്കവരും. അപ്പോൾ ആ സാമ്പത്തിക ഭദ്രത ഉള്ളപ്പോൾ തന്നെ ദളിത് വിഭാഗങ്ങളോട് ഒരു അവഗണനയാണ് അവർ കാണിക്കുന്നത്. തീർച്ചയായിട്ടും. ഒരാളെ പള്ളിയിലെ മെമ്പർഷിപ്പ് എത്തിക്കത്തില്ല എന്ന് ഓപ്പണായിട്ട് ഇവിടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടവന് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിപ്പോൾ ഇപ്പം നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരു പ്രശ്നമായിട്ട് വന്നാൽ അതിന് എന്തെങ്കിലും പ്രൂഫ് കാര്യങ്ങളുണ്ടോ? പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടായിക്കട്ടെ, അവരെവിടെ ചെന്നാലും പ്രശ്നമാണ്. നമ്മുടെ പ്രൂഫ് പറയാനായിട്ട് ആളുകളുണ്ട്, ഇവിടെ പ്രാർത്ഥനക്കാർ പലരും ഉണ്ട്. ഞാൻ പറയിച്ച അതായത് മാർത്തോമാ സഭ ദളിത് വിഭാഗക്കാരെ അകറ്റി നിർത്തുന്നു. അവർ അവശ്യ ക്രൈസ്തവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇവിടെ അവശ്യ ക്രൈസ്തവർക്ക് വേണ്ടി പ്രകടനം നടത്തി, ഇവിടെ പ്രവർത്തനം നടത്തിയപ്പോ സാൽവേഷൻ ആർമിക്കാരും CSIക്കാരും മാത്രമേ ഉള്ളായിരുന്നല്ലോ. മാർത്തോമാക്കാരെ ഇവിടെ പോയി. അല്ല, മാർത്തോമാക്കാർ അവരൊരു സുറിയാനി ക്രിസ്ത്യാനികളാണെന്നുള്ള ഒരു ലേബലിലാണ് നിൽക്കുന്നത് അല്ലേ? അതാണ് അവരുടെ നമ്പർ 1 തെറ്റ്. ഈ സുറിയാനി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളെല്ലാം സിറിയെന്ന് വന്നതാണോ? അല്ല, എന്റെ അറിവില് അല്ല. ഞാനങ്ങോട്ട് ചരിത്രം പഠിച്ചിട്ടില്ല. പിന്നെ ആരാണ്ട് എഴുതിയ ചരിത്രത്തിൽ, അല്ല, സാറ് പഠിച്ച ചരിത്രത്തിൽ ഇന്ന് കാണുന്ന ഈ സുറിയാനി ക്രിസ്ത്യാനികളൊക്കെ യഥാർത്ഥത്തിൽ സുറിയാനി ക്രിസ്ത്യാനികളാണോ? അവർ യഥാർത്ഥത്തിൽ സുറിയാനി ക്രിസ്ത്യാനികളല്ല. അല്ല. പിന്നെ 4-ാം നൂറ്റാണ്ടിൽ ക്നായി തോമ ഇവിടെ വന്ന് കുറെ പേരെ, അവിടുന്ന് കുറെ പേരെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടുന്ന് കുറെ പേരെ മുക്കിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തോമാസ് ലീഹായുടെ പാരമ്പര്യമുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ നിലവിൽ തോമാസ് ലീഹയുടെ പാരമ്പര്യമൊന്നുമില്ല. പാരമ്പര്യവുമില്ല, വെറും അനാചാരങ്ങളും സത്യങ്ങളും മനസ്സിലാക്കാത്ത കുറെ ആൾക്കാരുടെ ഒരു സംയോഗമാണത്. അപ്പൊ ഇന്ന് ഈ കാണുന്ന ഈ സുറിയാനി ക്രിസ്ത്യാനികൾക്കൊന്നും ഒരു സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയാനുള്ള ഒരു അർഹതയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കണം. അല്ലെങ്കിൽ അവർ കപ്പലിൽ യാത്ര ചെയ്ത് ഇവിടെ ക്നായി തോമയുടെ കൂടെ ഇവിടെ വന്നെന്നുള്ളതിന് തെളിവ് കാണിക്കണം. ഒരു തെളിവുമില്ല. പിന്നെ എന്തോ ഇതിന്റെ അഹങ്കാരമാണിത്. അപ്പോൾ ഈ അന്ന് കാലത്തുണ്ടായിരുന്ന ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം കൂടെ ചേർന്നാണ് ഈ ക്രൈസ്തവ സഭ രൂപീകൃതമായത് അല്ലേ? അല്ല, ദൈവം ഓരോരുത്തരെ നൂറ്റാണ്ടുകളായിട്ട് വിളിച്ചുകൊണ്ടിരുന്നു. അതിൽ മാർത്തോമാക്കാരെയും കുറെ പേരെ വിളിച്ചിട്ടുണ്ട്, യാക്കോബക്കാരെയും വിളിച്ചിട്ടുണ്ട്. പെന്തക്കോസ്തുകാരിൽ നല്ലൊരു ശതമാനത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചതാണ്. അപ്പോൾ ഈ മാർത്തോമാ സഭയിൽ നിന്ന് പെന്തക്കോസ്റ്റൽ വിശ്വാസം സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വിവേചനമാണ്. അല്ല, ഒന്ന് അവർക്ക്, ഞാൻ തിരുവല്ല ഓഫീസിൽ അന്വേഷിച്ചു, ഒരു ട്രാക്ട് പോലും പ്രിന്റ് ചെയ്യുന്നില്ല. അവർ പ്രിന്റ് ചെയ്യുന്നില്ല. അതായത് സുവിശേഷ ദർശനമില്ല. സുവിശേഷ ദർശനമില്ല. അത് വായിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട്.
അങ്ങനെ പറയുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒറ്റ ട്രാക്ട് ഈ തിരുവല്ല പുലാത്തീനിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ എന്ന് അവകാശപ്പെടുന്ന മാരാമൺ കൺവെൻഷൻ പോലും മാർത്തോമാ സഭയുടെ ആണല്ലോ. ആണ്. അത് ഒരു സുവിശേഷ ദർശനത്തോടു കൂടിയല്ലേ അത് ആരംഭിച്ചതും പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അപ്പൊ പിന്നെ സാറ് പറയുന്നു സുവിശേഷ ദർശനം അവർക്കില്ല എന്ന് പറയുന്നു. സുവിശേഷ ദർശനം ഉണ്ടായിരുന്നു, എന്നാൽ അന്നത്തെ ആ സുവിശേഷ ദർശനത്തിന്റെ 1% പോലും ഇന്നില്ല. ഇന്ന് അച്ഛനാകാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അതെന്തിനാ അച്ഛനാകാൻ ക്യൂ നിൽക്കുന്നത്? കാരണം ഭയങ്കരമായ ശമ്പളം. അല്ല, ഒരു മാർത്തോമാ സഭയിൽ ഒരു അച്ഛൻ എത്ര രൂപ ശമ്പളമുണ്ട്? എൻ്റെ അറിവിൽ ഇപ്പം 20,000 രൂപ 25,000 രൂപ എങ്ങാണ്ടാണ് ശമ്പളം. അതിൻ്റെ കൂടെ കൊച്ചമ്മയ്ക്ക് ജോലി ഇല്ലെങ്കിൽ പകുതിയും കൂടെ കൊടുക്കും. പിന്നെ അവർക്ക് സ്കൂട്ടർ അലവൻസ്, ഇലക്ട്രിസിറ്റി, ഫ്രിഡ്ജ്, ക്വാർട്ടേഴ്സ് എല്ലാം കൊടുക്കും. ഇതിൽ പറയുമ്പോൾ എന്തോ വേണം? അപ്പോൾ ഒരു രാജകീയ സുഖമാണ്. രാജകീയ സുഖം തന്നെയാണ്. പിന്നെ കല്യാണം നടത്തിയാലോ ശവോടക്കിനോ മാമോദീസയ്ക്കോ ഒക്കെ വേറെ പൈസയും കിട്ടും. വീട്ടുപ്രാർത്ഥനയ്ക്ക് പോയാൽ വേറെ പൈസ കിട്ടും. അപ്പൊ ശരിക്കും ഒരു മാർത്തോമാ സഭയിലെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു മാസം 1,00,000 രൂപ ശമ്പളമുള്ള ആളാണ്. അതിനെ അടുപ്പിച്ച് വരും. നല്ല സീനിയർ അച്ഛനാണെങ്കിൽ അങ്ങനെ വരും, അത്ര തന്നെ വരും. അപ്പൊ സമൂഹത്തിൽ അംഗീകാരമുണ്ട്. അംഗീകാരമല്ല, സമൂഹത്തില് കാണുന്ന ബോളിറോ കാറുകള്, അതുപോലെ മെർസിഡീസ് ബെൻസ് ഒക്കെ കൊണ്ടുപോകുന്ന അച്ഛന്മാരും തിരുമേനിമാരും ഉണ്ട്. അല്ല, തിരുമേനിമാർക്കുണ്ട്, അച്ഛന്മാർക്ക് ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അച്ഛനമ്മമാർക്കെല്ലാം ബളിനോയും സ്വിഫ്റ്റ് പോകാം. അപ്പൊ രാജകീയ ജീവിതമാണ് അച്ഛന്മാരുടേത്. അവരുടെ എല്ലാം രാജകീയ പോഷാണ് അവരുടെ ജീവിതം. ചില സമയത്ത് സംസാരവും രാജാവിന്റെ പോലെയാണ്. അത് പിന്നെ എൻ്റെ അടുത്ത് ചെലവാകൂല. അപ്പൊ അങ്ങനെയാണ് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനുള്ളൊരു കാരണം. അപ്പൊ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ വന്നിട്ട് മാർത്തോമാ സഭയിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സാറിന് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? ഒന്നാമത്, ഞാൻ ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ സ്തോത്രം പറയുന്ന ഒരു വ്യക്തിയാണ്. അത് എനിക്ക് പള്ളിയിലിരുന്ന് പറഞ്ഞപ്പോൾ, ഇവിടുത്തെ മാർത്തോമാ പള്ളിയിരുന്ന് പറഞ്ഞതായിട്ടുള്ള സമയത്ത് എനിക്ക് നല്ല താക്കീത് കിട്ടി. എന്നാൽ പെന്തക്കോസ്ത് സഭയിൽ നമുക്ക് എത്ര ഉച്ചത്തിൽ വേണേലും ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ട്രാക്ട് കൊടുക്കാൻ പോകാനായിട്ട് പറ്റും. അത് ഈ 2 കാര്യങ്ങളാണ് മെയിൻലി. അല്ല, പൊതുവെ ഞാൻ മനസ്സിലാക്കുന്ന മാർത്തോമാ സഭക്കാരൊക്കെ നന്നായിട്ട് ഹല്ലേലൂയ സ്തോത്രം പറയുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ ഒരു മനസ്സിലാക്കലിലെ മിസ്റ്റേക്കാണ്. അതെ, കാരണം ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന 2-3 പേരൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നവരാണ്, ബാക്കിയെല്ലാം അവിടെ കുർബാന കാണാൻ വരുന്നതാണ്. എന്ന് മാത്രമല്ല, ആരെങ്കിലും ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിടൽ തിരിഞ്ഞ് നോക്കുകയും പിന്നീട് രഹസ്യമായി അവരെ താക്കീത് ചെയ്യുകയും ചെയ്യും. രഹസ്യമായി വിളിച്ച് താക്കീത് ചെയ്യും. ഞാൻ അങ്ങനെ താക്കീത് ഏറ്റവനാണ്. അപ്പോൾ പെന്തക്കോസ്റ്റൽ സഭയിൽ വന്നിട്ട് പിന്നീട് എന്താണ് സാറിന് ഒരു ഗുണകരമായി തോന്നിയ കാര്യങ്ങൾ? നമ്മുടെയൊക്കെ ഒരുപാട് നമ്മുടെ ഇഷ്ടങ്ങൾ, നമുക്ക് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ദൈവകൽപ്പനകൾ പ്രമാണിക്കണം, പക്ഷെ നമുക്ക് ആരോടും സുവിശേഷം പറയാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. അത് നന്നായിട്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാം. മാത്രമല്ല, ട്രാക്ട് കിട്ടാൻ പ്രയാസമൊന്നുമില്ല, മറ്റേതൊക്കെ പ്രയാസമാണ്. അതുകൊണ്ട് കൊല്ലം ജില്ലയുടെ ഒരു കോണം മുതൽ മറ്റേ കോണം വരെ മുഴുവൻ സഞ്ചരിച്ചാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സഭാ പാസ്റ്ററുടെയും ഒക്കെ ഇതാണ്. ഇന്ന് ഞാൻ IPC സർവേയാണ്, അവിടെയും എനിക്ക് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പോൾ സുവിശേഷ വേല നന്നായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് സാറിനെ മാർത്തോമാ സഭയിൽ നിന്ന് തീർച്ചയായിട്ടും പെന്തക്കോസ്റ്റൽ സഭയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ സുവിശേഷ പ്രവർത്തന രീതികളൊക്കെ എങ്ങനെയാണ്? സാർ ഇപ്പോൾ ഒരു ആശുപത്രി നടത്തുകയാണ്, അതായത് ഒരു ഹോസ്പിറ്റൽ പോലെ ഇത് ക്ലിനിക്കല്ലേ, ക്ലിനിക്ക് നടത്തുകയാണ്. സാറ് നന്നായി പഠിച്ച് ബിരുദാനന്തര ബിരുദമുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നല്ല തിരക്കുള്ള ആളാണ്. ഈ തിരക്കുള്ള ഈ ജീവിതത്തിലും സാർ എങ്ങനെയാണ് സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്, ഞാൻ ബസ്സിൽ കയറുകയാണെങ്കിൽ അടുത്തിരിക്കുന്നവരോട് സുവിശേഷം പറയും, അവർക്ക് ട്രാക്ട് കൊടുക്കും. മിക്കവാറും എല്ലാ ബസ് സ്റ്റാൻഡിലും ഞാൻ ട്രാക്റ്റും കൊണ്ട് പോയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു തവണ 100 ട്രാക്ട് വീതം കൊണ്ടും പലയിടത്തും പ്രസംഗിക്കും. ഒരു ദിവസം 5-6 പ്രസംഗം വീതം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴങ്ങനല്ല. എന്നാൽ ഇതെല്ലാം കൊണ്ടും അനേകരെ നേടുവാനായിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ അനേകർ വന്നിട്ടുണ്ട്. ഒരു കാലത്ത് ഈ പനവേരി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ആരുമില്ലായിരുന്നു, അവിടെയൊക്കെ എന്നെ ഓടിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് ഒരുപാട് സഭകൾ അവിടെ സ്ഥാപിച്ചതായിട്ട് കാണുന്നു.
പിന്നീട് ഈ സാർ ഈ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ സുവിശേഷം പങ്കുവയ്ക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിന്റെ സംഭവം? രോഗികളെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള സമയത്ത് ഞാൻ പറയും അവരോട് പണ്ട് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ പാപം മാറ്റുക എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതെ. അങ്ങനെയാണെങ്കിൽ പാപങ്ങൾ കഴുകിയ ഒരു മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ യാതൊരു തടസ്സവുമില്ല. അത് യേശുവിന്റെ രക്തമാണ്. ഞാനിത് പലയിടത്തും പറഞ്ഞു. അങ്ങനെ പലയിടത്തൊന്നും എന്നെ പുറത്താക്കുക വരെ ചെയ്തിട്ടുണ്ട്. പല കത്തോലിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും ഞാൻ ജോലി ചെയ്ത സമയത്ത് എന്നെ ഒരുപാട് ഹരാസ് ചെയ്തു. ഒരു പെന്തക്കോസ്ത് വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരാസ്മെൻ്റാണ് ജീവിതം. അത് വീട്ടിലായാലും ശരി, വെളിയിലാണെങ്കിലും ശരി. കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷം മുമ്പ് എന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടു. അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടമെങ്കിലും IPCയുടെ ആൾക്കാരുണ്ട് അവിടെ, അവരൊക്കെ വന്നു. അങ്ങനെ അല്ല, ഈ ലോക്കപ്പിൽ പിടിച്ചിടാനുള്ള കാരണം എന്താ? ഞാൻ കഴക്കൂട്ടത്തിനടുത്ത് ഒരു സ്ഥലമുണ്ട്, ഈ മംഗലപുരം അങ്ങനെ കണ്ടൊരു സ്ഥലമാണ്. അവിടെ ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറേ പേര് വന്ന് എന്നോട് തർക്കിക്കുകയും നിങ്ങൾ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് കുറേ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കാരാണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ഇവിടെ ഒരാൾ കുടിച്ചിട്ട് ബഹളം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ SI എന്നെ വന്നു. ഉടനെ തന്നെ വന്നു. എൻ്റെ കൈയൊക്കെ പുറകിൽ പിടിച്ച് കെട്ടി, എൻ്റെ ഫോൺ പിടിച്ച് വാങ്ങിച്ചു. സംസാരിച്ചാൽ അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പീഡനത്തിൽ കൂടി കടന്നു ചെന്നിട്ട് ലോക്കപ്പിൽ കൊണ്ടിട്ടു. പിന്നെ IPCയുടെ സെൻട്രൽ. അല്ല, സാറ് പറഞ്ഞില്ലേ ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ലേ? അവർ പറഞ്ഞ ഡോക്ടറാണ് ഇങ്ങനെയാണോ? ഡോക്ടർമാർക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ കറങ്ങടക്കാണല്ലേ? നിങ്ങൾ ഡോക്ടറാണെന്നുള്ളതിന് എന്ത് പ്രൂഫ്? അല്ല, ID കാർഡൊക്കെ ഉണ്ടല്ലോ സാറിന്. ID കാർഡ് ഉണ്ടെങ്കിൽ ഡോക്ടർമാരെ ഇന്ന് ഒരു വീട്ടിൽ 3 ഡോക്ടർമാരുടെ ലെവലായി. ഡോക്ടർമാർക്ക് പണ്ടത്തെ പോലെ വിലയൊന്നുമില്ല. അവസാനം ആറ്റിങ്ങൽ സെൻട്രൽ നമ്മുടെ കുണ്ട്ര സെൻട്രൽ പാസ്റ്റർ ആറ്റിങ്ങൽ സെൻട്രൽ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളുടെ ആളാണ്, പോയി ഇറക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറക്കിക്കൊണ്ടുവന്നു. സാർ, ഈ ഡോക്ടർമാർക്കൊക്കെ സമൂഹത്തിൽ നല്ല വിലയാണല്ലോ ജനം കൽപ്പിക്കുന്നത്. അത് സമൂഹത്തിൽ 100 ഡോക്ടർമാരുണ്ടെന്നിരിക്കട്ടെ, അതിൽ 80% വിലയില്ല. ബാക്കി 20%-ലാണ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസും ഉള്ളത്. അത് അവരുടെ മന്ത്രപരമായ ഗവൺമെൻറ് ഡോക്ടർമാർക്കാണ് കൂടുതലായിട്ടുള്ള പ്രാക്ടീസ് ഉള്ളത്. ഇന്ന് ഡോക്ടർമാരെ വിലയില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിന് ഉപോത്ബലമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വന്ദന എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഹൗസ് സർജൻ ആയിരിക്കുന്ന സമയത്ത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഒരു കുടിയൻ കൊന്നു എന്നുള്ള സത്യം നമ്മൾ മറന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബഹുമാനമില്ല എന്ന് പറഞ്ഞത്. അല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഡോക്ടർ ഇപ്പം ഈ വലിയ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ടല്ലോ, ഡോക്ടർ ഹാരിസ്. അതെ അല്ലേ? അതെ. അദ്ദേഹം ഇപ്പോൾ ആകെപ്പാടെ വലിയ ടെൻഷനിലും നിരാശയിലുമാണ്. ഏത് സമയം അദ്ദേഹത്തിനെതിരെ നടപടി വരും? അത് ഹാരിസ് ചെയ്ത കാര്യങ്ങൾ അത്രയും ധൈര്യമുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഇൻക്രിമെൻ്റൊക്കെ തടഞ്ഞു വെക്കും. അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയും അവർക്ക് ഇത് പ്രൊവിഡൻറ്റ് ഫണ്ടൊക്കെ കൊടുക്കാനൊക്കെ അവർ ഒരുപാട് ഡിലേ ചെയ്യിക്കും. ഇനി ഒരുപാട് ശിക്ഷാ നടപടികൾ വരും. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കണം, ഇത് മറ്റ് ഡോക്ടർമാർക്ക് ഇല്ലാത്ത കഴിവാണ് അദ്ദേഹം കാണിച്ചത്. അതേസമയം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ഏതിനും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങി അവരുടെ കയ്യിൽ കൊടുത്ത് അവർ ചെയ്യും. ഫ്രീ ആയിട്ടൊന്നും കിട്ടുന്നില്ല. ഫ്രീ ആയിട്ട് ഈ സന്നദ്ധ സംഘടനകൾ DYFI അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസും ഒക്കെ പൊതിച്ചോറൊക്കെ കൊടുക്കുന്നു. അല്ലാതെ പിന്നെ ചില സന്നദ്ധ സംഘടനകൾ അവിടെ വന്ന ഗൈഡൻസ്. ഓക്കെ സാർ, ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം സാറ് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് സാറിൻ്റെ സുവിശേഷ പ്രവർത്തനം നടക്കുന്നത്? എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? എല്ലാം അതിൻ്റെ ഗ്രാസ് റൂട്ടിലാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ലെവലിലുള്ള ആൾക്കാരെയൊക്കെ ചെന്ന് കാണുക, ബസ് സ്റ്റാൻഡിൽ പോവുക, ബസ് സ്റ്റാൻഡിൽ പ്രസംഗിക്കുക. അതുപോലെ അടുത്ത് സുവിശേഷം പറയുന്ന അടുത്തിരിക്കുന്നവരോട് സുവിശേഷം പറയുക. ഇങ്ങനെ കാലങ്ങളായിട്ട് ഞാനത് ചെയ്തു. ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു കാലത്ത് ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. അല്ല, ഇതിന് എപ്പോഴാണ് സമയം സാറ് കണ്ടെത്തുന്നത്? വീക്കെൻഡിലാണോ അതോ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? എല്ലാ ദിവസവും ഒരു 5:30 കഴിയുമ്പോൾ ഞാൻ പോകും. ഞാൻ പോയി ബസ് സ്റ്റാൻഡിലൊക്കെ പോയിരുന്ന് എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഒരു ആഴ്ച 100 ട്രാക്ടർ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. പിന്നെ എൻ്റെ മെയിൻ ആസ്പെക്റ്റ് ബംഗാളീസ് ആയിരുന്നു.
ബംഗാളീസിന് കൊടുക്കണം ട്രാക്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടുത്തെ ഭാഷ പോരാ. പക്ഷേ നമ്മുടെ ഇന്ത്യ ഒരു ക്രൂസൈഡ് എന്ന് പറയുന്ന സംഘടന എനിക്ക് ബംഗാളി ട്രാക്ട് അയച്ചു തന്നു. അതിൻ്റെ എല്ലാം ഫോട്ടോസ്റ്റാൻഡ് എടുത്ത് ഇവിടുത്തെ തമിഴർക്ക്, ബംഗാളികൾക്ക്, ഒറിയക്കാർക്ക്, അതുപോലെ ബീഹാറികൾക്ക്, ഇത്രയും സംസ്ഥാനക്കാരാണ് അവിടെ, ആസാമികൾക്ക്, അതുപോലെ ഇവിടെ ഒരുപാട് ഗൂർഖകളുണ്ട്, അവരെല്ലാം ഈ നേപ്പാളുകാരാണ്. അവരുടെ ഭാഷയിൽ തന്നെ കൊടുക്കുവാനായിട്ട് എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതിനുള്ള ശക്തിയും ബലവും ഒക്കെ ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അതിന് ദൈവത്തിന് നന്ദി. സാറേ, അപ്പോൾ ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ ഇങ്ങനെ ഈ സുവിശേഷ വേല ചെയ്യേണ്ട ആവശ്യകത എന്താണ്? അന്ന് ഞാൻ ദൈവത്തിൽ മാത്രമായി ആശ്രയിച്ചു. അന്നും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നു. എന്നാൽ ഈ ദൈവം എനിക്ക് ചെയ്തതായിട്ടുള്ള വലിയ ഉപകാരങ്ങൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് രോഗത്തിൻ്റെ ഉടമയായിരുന്നു. 8 വർഷം, ഏതാണ്ട് 25 വയസ്സിലെ 8 ഓപ്പറേഷൻ വരെ എനിക്ക് ചെയ്തതാണ്. അതിനുശേഷമാണ് ഞാൻ ദൈവഭാഗത്തേക്ക് തിരിയുന്നത്. അല്ല, അതൊന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും വിവരിക്കാം. എനിക്ക് ആദ്യമായിട്ട് സ്ഥിരം മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടായിരുന്നു. 2 തവണ ആ ഓപ്പറേഷൻ ചെയ്തു. പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, അത് ചെയ്തു. സ്ട്രിക്ചർ ഉണ്ടായിരുന്നു, അത് ചെയ്തു. ഫെസ്റ്റില ഉണ്ടായിരുന്നു, അത് ചെയ്തു. കാല് 2 പ്രാവശ്യം ഒരു പ്രാവശ്യം ഒടിഞ്ഞു, 2 പ്രാവശ്യം ഒടിഞ്ഞു. പിന്നെ മലേറിയ പലതവണ ബാധിച്ചു. ഇങ്ങനെ പല രോഗങ്ങളും, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ ചെയ്തു. ഇങ്ങനെ ഏതാണ്ട് ഒരു 8 ഓപ്പറേഷനുകൾ ചെറുപ്രാന്ന് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, മനം തിരിഞ്ഞില്ലെങ്കിൽ ദൈവം തന്നെ വാളിന് മൂർച്ച കൂട്ടുമെന്നുള്ള വചനം. അങ്ങനെ ഞാൻ വിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് വന്നു. അപ്പം അങ്ങനെ വലിയൊരു കഠിന ശോധനയിലൂടെയാണ് സാറ് വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതിനുശേഷം കിട്ടുന്ന സമയം മുഴുവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. മുഴുവൻ സമയം ഞാൻ വിനിയോഗിക്കുന്നില്ല. ഞാൻ ആ സമയത്തൊക്കെ 6 പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മുടെ എല്ലാ പുസ്തകം ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ആ സാറിൻ്റെ പുസ്തകം. അതിൽ ഒരു പുസ്തകം പതാരം എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റിൽ എഴുതിയ പുസ്തകം സ്വസ്ഥത എന്നുള്ളതാണ്. ബാക്കി ഈ പുസ്തകങ്ങളൊക്കെ എഴുതാൻ എന്തെങ്കിലും ഒരു പശ്ചാത്തലം ഉണ്ടോ? ഈ പുസ്തകങ്ങളൊക്കെ ദശാംശം തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതാണൊരു കാര്യം. പിന്നെ ആർക്ക് എത്ര പൈസ കിട്ടിക്കഴിഞ്ഞാലും പള്ളിക്ക് കൊടുക്കാനോ പാസ്റ്റർക്ക് കൊടുക്കാനോ മനസ്സില്ല. എന്നാൽ ഇവരെ ഈ ദശാംശത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ചെയ്തതായിട്ടുള്ള ചില ട്രിക്കിന്റെ ഇതാണ് ഇത്. പിന്നീടുള്ള പുസ്തകങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? വേറെയും ചില പുസ്തകങ്ങൾ, യോനയെ കുറിച്ച് 2 പുസ്തകം എഴുതി. അത് നമ്മൾ 4 അധ്യായങ്ങളുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കാനുള്ള ഒരു വലിയ മർമ്മങ്ങൾ അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ആ മർമ്മങ്ങൾ ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ എങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയുടെ മറുപടി, അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ എഴുതി. പിന്നീട് ആൾക്കാർക്ക് മടുക്കുമായി, അവർക്ക് പ്രാർത്ഥനയുടെ കാര്യമൊന്നും പറയുന്നത് ഇഷ്ടമല്ല. അതേസമയം ഒരു മെമിക്രി പരേഡ് ഉണ്ടെങ്കിൽ അവർ ഓടിപ്പോകും. അപ്പം എന്നെ തന്നെ അവർക്ക് വെറുപ്പ് തോന്നി. പിന്നെ ഞാൻ എഴുതുന്ന പരിപാടികൾ നിർത്തി. ഓക്കെ. അപ്പോൾ സാറിൻ്റെ ഈ ജോലിയോടുകൂടെയാണ് ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ജോലി ചെയ്യുന്ന ആളുകളോട് എന്താണ് സാറിനൊരു സന്ദേശം പറയാനുള്ളത്? എങ്ങനെ നമുക്ക് സുവിശേഷ വേല ചെയ്യാം, ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ച് സാറിന് എന്താണ് ഒരു ഉപദേശം പറയാനായിട്ടുള്ളത്? തീർച്ചയായിട്ടും. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഉപദേശിമാരോടും ഭാഷമാരോടും ശക്തമായി പറഞ്ഞു, നിങ്ങൾ സ്വയം ഒരു ജോലി കണ്ടെത്തിയതിന് ശേഷം മാത്രം, വേറൊരാളെ ആശ്രയിക്കാതെ, വേറൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ നിങ്ങളൊരു ജോലിയോട് കൂടിയുള്ള സുവിശേഷ വേല ചെയ്യണം. അവിടെ ഇരിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ കൂടെ നിൽക്കാം. ഇല്ലെങ്കിൽ വരുമാനത്തിൻ്റെ കാര്യം വരുമ്പോൾ നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടും എന്നുള്ളൊരു മനസ്സുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട്. എനിക്കറിയാവുന്ന ചർച്ച ബോർഡിലെ പല പാസ്റ്റർമാരും ആഴ്ചയിൽ 3 ദിവസം റബ്ബർ വെട്ടിയിട്ട് ബാക്കി സമയം അവർ സുവിശേഷ വിലയ്ക്കായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ചർച്ച ബോർഡിലെ പാസ്റ്റർമാരുണ്ട്. പല IPSലെ പാസ്റ്റർമാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം. വേണമെങ്കിൽ ഉദാഹരണ സഹിതം ഞാൻ കാണിക്കാം. ഇതേക്കുറിച്ച് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. വേല ചെയ്യാത്തവൻ തിന്നുകയും അരുത് എന്ന് തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് വേല ചെയ്ത്, ദൈവം ആദ്യം മനുഷ്യനോട് കൽപ്പിച്ചത് നീ വേല ചെയ്യുക, എന്നിട്ട് നീ തോട്ടം കാക്കുക. അപ്പം വേല ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേല വെക്കുക എന്നുള്ളതല്ല. നീ സുവിശേഷ വേല ചെയ്യുക, നിന്റെ വേലയും നീ ചെയ്യുക. പിന്നെ തോട്ടത്തെ കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പ്രാർത്ഥനയാകുന്ന കോട്ട കൊണ്ട് നീ തോട്ടത്തെ മൂടുക. അല്ല, സാറിനോട് ഞാൻ ചോദിച്ചിരുന്നു, ഈ സുവിശേഷ വേല ചെയ്യേണ്ട ആവശ്യകത എന്താണ്? അത് ഇപ്പോൾ സാറൊക്കെ ഇത്ര റിസ്ക് എടുത്ത് സുവിശേഷ വേല
ചെയ്യുന്നത്, അത് എന്താണ് അതിന്റെ ആവശ്യകത എന്താണ്? അതിന്റെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് 10 കൽപ്പന നമുക്ക് തന്നു. എന്നാൽ 10 കൽപ്പനയല്ല, അതിനേക്കാൾ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കൽപ്പന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18, 19, 20 വാക്യങ്ങളിൽ കാണുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയും ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉത്സാഹിച്ചും സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കുകയും ഞാൻ ലോകാന്ത്യത്തോളം നിങ്ങളോട് കൂടിയുണ്ട്. ദാറ്റ് വാസ് എ ഗ്രേറ്റ് കമ്മീഷൻ, ഗ്രാൻഡ് കമ്മീഷൻ. അത് ചെയ്യാനായിട്ടാണ് നമ്മളെപ്പോലെ ആൾക്കാരെ വിളിച്ചത്. എങ്കിലും വിളിയും തെരഞ്ഞെടുപ്പും ഇല്ലാതെ ആരും ഇറങ്ങുകയും ചെയ്യരുത്. അപ്പോൾ സാറിനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചു എന്നുള്ള ഒരു ഉത്തമ ബോധ്യം സാറിനുണ്ട്. തീർച്ചയായിട്ടും അത് പല സന്ദർഭങ്ങളിലൂടെ അത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ സാറ് എത്ര വർഷമായി ഇപ്പോൾ ഈ സുവിശേഷ വേല ചെയ്യുന്നു? ഇവിടെ വന്ന് 1995 മുതൽ ഏതാണ്ട് 2023 അവസാനം വരെയും ഞാൻ ചെയ്തു. അപ്പോൾ ഇത്രയും നാളത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. സമൂഹത്തിന് വേണ്ടി ചെയ്തു, സാറിന് വേണ്ടി ചെയ്തു, സാറിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില സന്ദർഭങ്ങളൊന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. അതായത് ഇവിടെ ഒരു കൺവെൻഷൻ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ കമ്മീഷൻ അത് തുടങ്ങാനായിട്ട് ഞാൻ മാത്രമേ ഒരു പള്ളിക്കാരൻ എന്ന രീതിയിൽ അവർക്ക് വാതിൽ തുറന്നു കൊടുത്തുള്ളൂ. പിന്നീട് തൻ്റെതായിട്ടുള്ള കാര്യങ്ങളാൽ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ കമ്മീഷൻ അതിൽ നിന്നും മാറുകയും പിന്നെ അത് പെന്തക്കോസ്തുകാരുടെ ഒരു ആരാധനയായി മാറുകയും ഇവിടെ എന്നെ കേൾക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ പലരും വന്ന് പ്രസംഗിക്കുകയും ഇന്ന് സുവിശേഷത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന അനീഷ് കാവാലം, അതുപോലെ കൊല്ലം ഷമീർ, പിന്നെ അഞ്ജലി ഇപ്പോൾ ഒരുപാട് പ്രസംഗർ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ സാബു അഞ്ചൽ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ അനേകം പുള്ളിയും മോനും കൂടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ അനേക ദൈവദാസന്മാർ ഇവിടെ വന്ന് പ്രസംഗിക്കുകയും ഈ ഏരിയ ധന്യമാക്കുകയും ചെയ്തു. ആ സമയത്താണ് ഈ കോവിഡ് വന്നത്. അതിനുശേഷം ഇത് അടയ്ക്കാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അടച്ചു. പിന്നെ എനിക്ക് വയ്യ. അല്ല, എല്ലാ വർഷവും ഈ കൺവെൻഷൻ ഉണ്ടായിരുന്നു? എങ്ങനെയാണ്? എല്ലാ മാസവും ഈ കൺവെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാ മാസവും ഉണ്ട്? എല്ലാ മാസവും 2ാമത്തെ ബുധനാഴ്ച ഞങ്ങൾ ഈ കൺവെൻഷൻ. അതല്ല, അത് എവിടെയാണ് നടത്തുന്നത്? അപ്പം അത് മുറ്റത്ത് ഞങ്ങൾ പന്തൽ കിട്ടും. അപ്പോൾ ഏതാണ്ട് 100-120 പേര് വരും. മറ്റേതൊരു ചെറിയ കൺവെൻഷനെ മുറ്റത്തെ കൺവെൻഷനെക്കാട്ടിലും ഇവിടെ ആൾക്കാർ തടിച്ചു കൂടിക്കൊണ്ടിരുന്നു. പിന്നീട് കോവിഡ് ആയതിനു ശേഷം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ 2 വർഷം എല്ലാം അടഞ്ഞു കിടന്നു. അപ്പം നമുക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ വയ്യാത്തൊരു സ്ഥിതി വന്നപ്പോൾ ഞാൻ നിർത്തി. പിന്നീട് എനിക്ക് എല്ലാവരെയും വിളിക്കാനുള്ള ആ ശക്തിയൊക്കെ അത്ര കിട്ടിയില്ല. സാറിൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് ഒരു സുവിശേഷകൻ എങ്ങനെയായിരിക്കണം? അവൻ്റെ ജീവിതവും പ്രവൃത്തിയും പ്രാർത്ഥനയും അല്ലെങ്കിൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഒരു നല്ല സുവിശേഷകനായിത്തീരാൻ എന്താണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളെന്നാണ് സാറ് മനസ്സിലാക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാനത് പറയാം. ഒരു സുവിശേഷകൻ ഒരു കാര്യം പറയണം. എല്ലാവർക്കും ദൈവം സഭ 4:11 എഫെസ്യർ ലേഖനം പറയുന്നു, ചിലർ അപ്പോസ്തലന്മാരായും ചിലർ പ്രവാചകന്മാരായും ചിലർ ഉപദേഷ്ടാക്കന്മാരായും ചിലർ ഇടയന്മാരായും ചിലർ സുവിശേഷകന്മാരായിട്ട് ജീവിക്കുന്നു. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. 2:1-10 പീറ്റർ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിക്കുവിൻ. എല്ലാവരും പ്രവാചകന്മാരൊന്നുമില്ല, എല്ലാവരും കയറി പ്രവചിക്കും, എല്ലാം പൊട്ടത്തെറ്റുമാണ്. പക്ഷേ പ്രവചനത്തിനായിട്ട് വിളിച്ചിട്ടുള്ളവരുണ്ട്, അവർ കള്ളപ്രവചനം ചെയ്യരുത്. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്ഥലത്തുള്ളവനെന്നല്ല അർത്ഥം, അയക്കപ്പെട്ടവനെന്നാണ്. ദൈവം ഒരു വിളി വിളിച്ച്, എടാ രാജു അല്ലെങ്കിൽ എടാ സാവു, നീ ഇറങ്ങി സുവിശേഷ വേല ചെയ്യുക, ഇന്ന സ്ഥലത്ത് പോകുക എന്ന് പറഞ്ഞാൽ മാത്രമേ നീ ഉത്തരേന്ത്യയിൽ നോക്കി പോകാവൂ. അല്ലെങ്കിൽ പോകരുത്. വിളിയില്ലാത്തവർ പോകരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് വരത്തില്ല. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ഒരു ആയുധമായിട്ട് ഉപയോഗിപ്പാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വെട്ടുകത്തി എങ്ങനെ നമ്മുടെ മൂവ്മെൻ്റ് അനുസരിച്ച് തിരിയണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. ആ വെളിപ്പാടും ദർശനവും പ്രാപിച്ചിട്ടേ നിങ്ങൾ ഇറങ്ങിത്തിരിക്കാം. സാറിൻ്റെ ഭവനത്തിലെ എല്ലാവരും ഈ പെന്തക്കോസ്തൽ വിശ്വാസത്തിലാണോ? ഭാര്യയും മക്കളും ഒക്കെ? അത് അവരത്ര വിശ്വാസത്തിലല്ല, എങ്കിലും അവർ താമസിയാതെ വിശ്വാസത്തിൽ വരുമെന്നാണ് എൻ്റെ അനുഭവം. എൻ്റെ ഒരു സാറിപ്പോൾ ഒരു ക്ലിനിക്ക് നടത്തുകയാണ്. അപ്പം നമ്മുടെ വിശ്വാസികളായിട്ടുള്ള പാസ്റ്റർമാരായിട്ടുള്ള ഒരുപാട് ആളുകൾ, രോഗികളും വേദന അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ എന്താണ് സാർ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശു പരിഹാരകൻ. യേശു പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പാപത്തിൻ്റെ അംശമുണ്ട്.
എന്നാൽ ഈ പാപത്തിൻ്റെ അംശം കളയുവാനായിട്ട് യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ കഴിയാവൂ. നിങ്ങൾ യേശുവിൻ്റെ നാഥൻ്റെ രക്ഷിതമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട സഭയോട് ചേരുക എന്ന് വരെ ഞാൻ പറയും. സാറേ, ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ട ഡിസിപ്ലിനുകൾ എന്തൊക്കെയാണ്? ഒരു രോഗം വരാതിരിക്കാനോ അല്ലെങ്കിൽ രോഗം വന്നാൽ തന്നെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അതെന്താണ്? ഞാനത് പറയുന്നത്, രോഗികൾ ഇന്നും ഉണ്ടായിരുന്നു, പണ്ട് യേശു ജീവിച്ച സമയത്തും ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് യേശു ജീവിച്ച സമയത്തും അല്ലെങ്കിൽ യഹോവയുടെ പഴയ നൂറ്റാണ്ടിൽ നമ്മൾ യേശു പറയുന്നു, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടല്ലോ. അതുപോലെ എസ്കേൽ പ്രവചന ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു, ഹിസ്കിയാ രാജാവിൻ്റെ കാലിലുള്ള പരുവിൻ്റെ മേലെ അത്തിപ്പഴ കൊണ്ട് വെക്കാനായിട്ട് പറഞ്ഞു. ഇവിടെ രോഗസൗഖ്യം നടക്കാത്തത് സുഗന്ധതൈലമില്ലയോ എന്നൊക്കെ കർത്താവ് ചോദിക്കുന്നു. പലയിടത്തും രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളൊരു അരിഷ്ടം കുടിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ടാബ്ലറ്റ് കഴിക്കുകയാണ്, ഇത് ദൈവം വിചാരിച്ചാൽ മാത്രമേ ഇതെൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കൂ, അതുകൊണ്ട് ദൈവമേ പ്രവർത്തിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ പ്രവർത്തനം. ഇപ്പം ഡോക്ടർമാരും നേഴ്സുമാരും വേണ്ട എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗങ്ങളുണ്ട്. അവരും ആവശ്യത്തിന് അങ്ങനെ പറഞ്ഞ പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് ഡെലിവറി വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ ഡെലിവറി ആകുന്ന സമയത്ത് അവർ ഡോക്ടറെ പോയി അന്വേഷിച്ച് ഇത് കണ്ടുപിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡോക്ടർ ദൈവത്തിൻ്റെ കയ്യിലെ ആയുധമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അനേക ഭാഷമാർ 40-20 ദിവസങ്ങളും ഭാഷമാരെടുക്കുന്നു, പക്ഷേ അവരുടെ വയറ് വലുതായിട്ട് വരികയാണ്. നമ്മൾ തീത്തോസിന് എഴുതിയ ലേഖനം വായിക്കുന്നതായിട്ടുള്ള തീത്തോസ് ക്രേത്യക്കാർ അവർ പെരുവയറന്മാരും മടിയന്മാരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാം. എന്നിട്ട് അവരിലൊരു കവീവരൻ വരെ അങ്ങനെ പറഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ മിതമായ ഭക്ഷണം, നല്ല രീതിയിൽ ഉപവാസം എടുക്കുക, ഇടയ്ക്കും ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഉപവാസത്തോടെ പോകാവൂ. അല്ലാതെ രാവിലെ കല്യാണത്തിന് പോയി വെട്ടി വിഴുങ്ങിയതിന് ശേഷമല്ല ദൈവസന്നിധിയിൽ വേണ്ടത്. അന്ന് വിശുദ്ധിയോടും വേർപാടോടും കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. ഡോക്ടർമാരുടെ ആലോചന നമുക്ക് ഗ്രഹിക്കണം. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം, ആഹാരം മിതമാക്കണം. അങ്ങനെ ആകുമ്പോൾ അസുഖങ്ങളും കുറയും. സാർ, ഇനി എന്താണ് സാറിൻ്റെ ഒരു ഭാവി പദ്ധതികൾ സുവിശേഷ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്? സുവിശേഷ പ്രവർത്തനങ്ങളെ ഇപ്പോൾ തന്നെ ഞാൻ വടക്കേ ഇന്ത്യയിൽ ഞങ്ങളെല്ലാവരും കൂടി 7 പള്ളികൾ പണിതു. അതിൻ്റെ അതെവിടെയൊക്കെയാണ്? ഒന്ന് മഹാരാഷ്ട്ര, ഒന്ന് ഗുജറാത്ത്, ഒന്ന് കർണാടക, ഒന്ന് ഒറീസ. ഈ അടുത്ത കാലത്തും നമ്മൾ മഹാരാഷ്ട്രയിലാണ് വീണ്ടും പണിതത്. അപ്പോൾ എല്ലാം കൂടെ ഞങ്ങൾ 7 പള്ളികൾ പണിതിട്ടുണ്ട്. ആ പണിതല്ല ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷൻ, അതുപോലെ ഫ്രണ്ട്സ് മിഷണറി പ്രയർ ബാൻഡ്, അതുപോലെ ഇന്ത്യൻ എവരിയോൺ ക്രൂസൈഡ്, ഇങ്ങനെയുള്ള സഭകളോട് ചേർത്താണ് അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആണ്. ഇനിയും എനിക്ക് സഹായം ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്. ഞങ്ങളിപ്പോൾ വാളകത്ത് ഒരു വീട് പണിത് കൊടുക്കുകയാണ്. അത് മറ്റു പലരും ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ സാർ, ഇത്രയും സമയം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഇനി എന്തെങ്കിലും സാറിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഈ ഇൻ്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ ഞായറാഴ്ചയെക്കുറിച്ച് വളരെ തീഷ്ണതയുള്ള ഒരു മനുഷ്യനാണ്. ഈ ഞായറാഴ്ച ഈ സർക്കാർ കൊണ്ടുവരുന്ന പരീക്ഷകൾ, ഞായറാഴ്ച സർക്കാർ കൊണ്ടുവരുന്നതായിട്ടുള്ള ഇൻ്റർവ്യൂകൾ, ഇതെല്ലാം മാറ്റിവെച്ച് ഞായറാഴ്ച പൂർണ്ണ അവധി എല്ലാവർക്കും കൊടുത്ത്, ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 5 പേര് അവരെല്ലാവരും കൂടെ പള്ളിയിൽ പോകേണ്ടത് ഒരു ദിവസമാണ് ഞായറാഴ്ച. അത് യുവജന സഖ്യത്തെക്കാൾ അല്ലെങ്കിൽ സേവന സമാജത്തെക്കാൾ എല്ലാം വലുത് ഞായറാഴ്ചത്തെ ആരാധനയാണ്. ഒരാഴ്ച നിനക്ക് ചെയ്ത ഉപകാരത്തിന് നീ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയി ദൈവത്തിന് മഹത്വം കൊടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നീ എന്ത് ക്രിസ്ത്യാനി? അതുകൊണ്ട് ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശബത്ത് നാളിലെ അല്ലെങ്കിൽ ഞായറാഴ്ചകളെ ശുദ്ധിയായിട്ട് ആചരിക്കുക. അതാണ് എനിക്ക് അവരോട് പറയാൻ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഓക്കെ, സാറിനോട് ഇത്രയും സമയം സംസാരിക്കാൻ കഴിഞ്ഞ് വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു. സാറിന് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.